സാർ, കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിലും ടൂറിസം മേഖലയിലും നിങ്ങളെല്ലാവരുടെയും സഹകരണത്താൽ സർക്കാരിന് നല്ല നിലയിലുള്ള മാറ്റം സൃഷ്ടിക്കാൻ സാധിച്ച ഒരു കാലമാണ് കടന്നുപോയിട്ടുള്ളത്. 2016 മുതൽ ഈ മേഖലകളിലെ മാറ്റം മറ്റെല്ലാ വകുപ്പിലും കണ്ടതുപോലെ തന്നെ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഈ മാറ്റത്തെ പൊതുവെ അംഗീകരിച്ചുകൊണ്ടും അതിന് വേഗം കൂട്ടാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചും ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. 17 പേർ ചർച്ചയിൽ പങ്കെടുത്തു. വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ നിലയിലും നടത്തും എന്ന് ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ MLA-മാരോടും ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ചില തിരുത്തലുകൾ വരുത്തേണ്ട കാര്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അവയിൽ ഏതൊക്കെയാണ് തിരുത്താനാവുക എന്നുള്ളത് ആ നിലയിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകും. ഇവിടെ പൊതുമരാമത്ത് ടൂറിസം മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അനുകൂലമായും വിമർശിച്ചും സംസാരിച്ച എല്ലാ സാമാജികരോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുന്ന ഉത്തരവാദിത്തമാണ് ഇപ്പോൾ പൊതുവെ കൂട്ടായി ഏറ്റെടുക്കുന്നത്. ഈ സഭയ്ക്ക് ഈ സർക്കാർ അധികാരമേറ്റപ്പോൾ നൽകിയ ഉറപ്പും അതാണ്. സാർ, ഈ ഉറപ്പ് പാലിക്കാൻ ഉള്ള എല്ലാ ശ്രമവും ഇപ്പോൾ നടത്തി വരികയാണ്. സാർ, നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു തുരങ്കപാത. ബഹുമാനപ്പെട്ട ലിൻഡോ ഈ സഭയിലുണ്ട്, തിരുവമ്പാടി MLA. നേരത്തെ അവസാനം സംസാരിച്ച കൽപ്പറ്റ അംഗവും ഇവിടെയുണ്ട്. വയനാട് ചുരം കയറാനും അതിനെടുക്കുന്ന സമയവും അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ തന്നെ നമുക്കറിയുന്നതാണ്. ഈ നാടിൻ്റെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാതക്ക് അതിൻ്റെ പ്രവൃത്തിയുടെ തുടക്കമിടാൻ സാധിക്കും ഈ വർഷം എന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം ആരംഭിച്ച് മുന്നോട്ട് പോകാനാവും. പദ്ധതിക്ക് വേണ്ടിയുള്ള ടെൻഡർ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ടെക്നിക്കൽ ബിഡിൻ്റെ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ കാർഷിക മേഖലക്കും വ്യാപാര മേഖലക്കും ടൂറിസം മേഖലക്കും ഒക്കെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്ന ഈ പദ്ധതിക്കായി 2043 കോടി 70 ലക്ഷം രൂപയാണ് LDF സർക്കാർ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, ദേശീയപാത വികസനം നമ്മൾ ഒരുപാട് തവണ സഭയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതിൻ്റെ നിർണായക ഘട്ടം പിന്നിടുന്ന സമയമാണത്. ഇതിൽ തലപ്പാടി, ചെങ്കള, രാമനാട്ടുകര, വളാഞ്ചേരി, കാപ്പിരിക്കാട് എന്നീ സ്ട്രെച്ചുകൾ ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ റീച്ചുകളിൽ പലയിടങ്ങളിലും 6 വരി ഗതാഗതം സാധ്യമായി കഴിഞ്ഞു. സർ, 2016 LDF സർക്കാർ ആയിരുന്നില്ല കേരളത്തിൽ അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ, UDF-ൻ്റെ തുടർഭരണമായിരുന്നെങ്കിൽ NH66 ഇപ്പോഴും ഒരു പ്രവൃത്തി പോലും നടക്കാതെ മുടങ്ങിപ്പോയ ഒരു പദ്ധതിയായി മാറുമായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് സർ. അതിൽ സർക്കാർ എടുത്തിട്ടുള്ള സമീപനം ഒക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. ഇപ്പോൾ എല്ലാവരും ഭരണകക്ഷി പ്രതിപക്ഷ MLA-മാരെല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. സർ, അതിലെ ഓരോ കാര്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിരന്തരമായ അവലോകന യോഗങ്ങളും മറ്റും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ NHAI-യുമായി ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർ, മലയോര ഹൈവേ 1166 കിലോമീറ്റർ ഉള്ള മലയോര ഹൈവേ കിഫ്ബി പദ്ധതിയിൽ വികസിപ്പിക്കുന്നത് 793 കിലോമീറ്ററാണ്. ബാക്കി മറ്റു പദ്ധതികൾ വികസിപ്പിച്ചു. 735 കിലോമീറ്ററിന് സാമ്പത്തിക അനുമതി നൽകി. 486 കിലോമീറ്റർ ടെൻഡർ ചെയ്തു. 149 കിലോമീറ്റർ മലയോര ഹൈവേ ഇതിനകം യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നുള്ള സന്തോഷ വിവരവും ഈ സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 297 കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു.
3505 കോടി രൂപയാണ് ഇതുവരെ ഇതിന് അനുവദിച്ചത്. ഇതിൽ 1288 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു. സർ, ഇത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, കർഷകർ, മലയോര മേഖലയിൽ അധിവസിക്കുന്നവർ, അവർക്കൊക്കെ ജീവിതത്തിലുണ്ടാകുന്നൊരു മാറ്റം അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് സർ. ജനങ്ങൾ സ്വമേധയാ ഭൂമി വിട്ടു നൽകാൻ സന്നദ്ധമായതും ഞാനിവിടെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ കാട്ടിയ നല്ല മനസ്സിന്, അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ MLA മാർ, ഭരണകക്ഷിയും പ്രതിപക്ഷ MLA മാർ, നാട്ടുകാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക. സർ, സംസ്ഥാനത്തിൻ്റെ തീരമേഖലയുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായകരമാകുന്ന തീരദേശ ഹൈവേ മലപ്പുറം ജില്ലയിലെ മുഹിയുദ്ദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ വരെയും പടിഞ്ഞാറേക്കര മുതൽ ഉണ്ണിയാൽ വരെയുമുള്ള സ്ട്രെച്ചിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി. സൈക്കിൾ ട്രാക്കോടുകൂടി ഡിസൈൻഡ് റോഡായാണ് ഇവിടങ്ങളിൽ വികസിപ്പിച്ചിരിക്കുന്നത്. തീരദേശ മേഖലയിൽ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം നമുക്ക് ഈ 2 സ്ട്രെച്ചുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് സർ. ഞാൻ അതിൻ്റെ മറ്റ് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തികൾ വിവിധ ഘട്ടത്തിലാണ്. പ്രത്യേക പുനരധിവാസ പാക്കേജാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. എല്ലാവരുമായി ചർച്ച ചെയ്ത് നേരത്തെ സഭയിൽ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. സർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം അത് പ്രഖ്യാപിച്ചപ്പോൾ, സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അത് നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് സ്വപ്നമല്ല സർ, കേരളത്തിൻ്റെ യാഥാർത്ഥ്യമാണെന്ന് സമീപകാലത്ത് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിലെ 5 റെയിൽവേ ഓവർബ്രിഡ്ജുകൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു. 9 ROBകളുടെ പ്രവൃത്തി തുടരുകയാണ്. മാളിയേക്കൽ, ചിറങ്ങര, താനൂർ, തെയ്യല, കൊടുവള്ളി, ഇരവിപുരം, ചിറയൻകീഴ്, മുളന്തുരുത്തി എന്നീ ROBകൾ ഈ വർഷം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അകത്തേത്തറ, വാടാനക്കുറിശി എന്നീ ROBകൾ 2025 പകുതിയാകുന്നതോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് കരുതുന്നു. 72 ROBകൾ RBDCKയും 27 ROBകൾ KRDSCLുമാണ് നിർമ്മിക്കുന്നത്. ഇവയെല്ലാം നിർമ്മാണ ഒരുക്കങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലാണ്. ചിലയിടങ്ങളിൽ ROBകൾ പൂർത്തിയാക്കാതെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ വളരെ കൃത്യമായി എല്ലാവരും യോജിച്ച് ഇടപെട്ടു, പ്രവൃത്തി എത്തിക്കാൻ സാധിച്ചു. അവിടെ മറ്റൊരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. ഇപ്പം മുളന്തുരുത്തിയും തിരൂരും പൂർത്തീകരിച്ചു. അവിടെ പ്രദാനം ചെയ്യുന്ന MLA മാർ നമുക്കറിയാം ആരൊക്കെയാണ് എന്നുള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നമായി എല്ലാവരും ഉന്നയിക്കാറുള്ള ജംഗ്ഷനുകളുടെ കുരുക്ക്, അവ ഒഴിവാക്കാൻ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നു. ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതി സർ, എടപ്പാൾ ഫ്ലൈ ഓവർ ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കാനായി. മേലെ ചൊവ്വെ ഫ്ലൈ ഓവറിന് ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. സർ, ബഹുമാന്യനായ ശ്രീ TP രാമകൃഷ്ണൻ പ്രദാനം ചെയ്യുന്ന പേരാമ്പ്ര കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ ഗതാഗതക്കുരുക്കും പ്രശ്നവുമൊക്കെയായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. പതിറ്റാണ്ടുകളായി പേരാമ്പ്രയിലെ ഗതാഗതക്കുരുക്ക് അത് പേരാമ്പ്ര മണ്ഡലത്തിലുള്ളവരെ മാത്രമല്ല, മറ്റെല്ലാ മേഖലയിലും നാദാപുരവും കുറ്റിയാടിയും ബാലുശ്ശേരിയും കോഴിക്കോട് ജില്ലയിലെയും മലബാറിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു സർ. പേരാമ്പ്ര നഗരത്തിലെ ഗതാഗതക്കുരു ഒഴിവാക്കാൻ പേരാമ്പ്ര ബൈപ്പാസ് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഈ കാലയളവിലാണെന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. സർ, കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പെരുമ്പാവൂർ ബൈപ്പാസ് ഫേസ് 1 നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. കുറ്റ്യാടി ബൈപ്പാസിൻ്റെ ടെൻഡർ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അതിനോടൊപ്പം സംസ്ഥാനത്തെ 20 ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നതിന് 200 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 7 ജംഗ്ഷനുകളുടെ വികസനത്തിനായുള്ള സ്ഥലം ഏറ്റെടുക്കലിന് പണം അനുവദിച്ചു കഴിഞ്ഞു. ഇതിന് പുറമെ തിരുവനന്തപുരം നഗരത്തിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം കൂടി സാധ്യമാക്കുന്നുണ്ട്. ഇതിനായി 600 കോടി രൂപ സർക്കാർ അനുവദിച്ച വിവരവും ഈ സഭയെ അറിയിക്കുകയാണ്. സർ, കേരളത്തിലെ പൊതുമരാമത്ത് റോഡ് പോർട്ട് ഫ്രീ എന്ന ലക്ഷ്യത്തോടെ ശാസ്ത്രീയമായ പദ്ധതികൾക്ക് രൂപം നൽകാൻ കഴിഞ്ഞു എന്നതിൽ വകുപ്പിനേറെ സന്തോഷമുണ്ട് സർ. PWD മിഷൻ ടീം വളരെ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളുടെ ചുമതലയെടുത്ത് വളരെ നേരത്തെ തന്നെ മഴ വരുന്നതിന് മുമ്പ് തന്നെ പരിശോധന നടത്തുന്ന സ്ഥിതിയാണ് സാർ ഉണ്ടായിട്ടുള്ളത്. സർ, പരിശോധനകൾ പലതും അറിയിക്കാതെ നടത്തുന്നുണ്ട് സാർ. അറിയിക്കാതെ നടത്തിയാൽ ഇതെന്താ നിങ്ങൾ അറിയിക്കാത്തതെന്ന് ചോദിക്കൂ സാർ. പരിശോധനകൾ അറിയിച്ച് നടത്തിയാൽ ഇതെന്താ നിങ്ങളിതൊക്കെ അറിയിച്ച് നടത്തുമെന്ന് ചോദിക്കുക. അത് സ്വാഭാവികമാണ് സാർ. പക്ഷേ ഏതൊക്കെ അറിയിച്ച് നടത്തണം,
ഏതൊക്കെ അറിയിക്കാതെ നടത്തണമെന്നുള്ള നല്ല ധാരണ വകുപ്പിനും സർക്കാരിനും ഉണ്ട് എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്. സർ, റണ്ണിംഗ് കോൺട്രാക്റ്റ് പദ്ധതി, ആ റണ്ണിംഗ് കോൺട്രാക്റ്റ് പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിന് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഗുണപരമാണ് എന്നുള്ളതാണ് സർ അഭിപ്രായം. പരിപാലന കാലാവധി കഴിയുന്നത് മനസ്സിലാക്കി നേരത്തെ തന്നെ ഒരു വർഷത്തേക്ക് ടെൻഡർ നൽകി കരാറുകാർ ഏത് സമയത്തും അവൈലബിൾ ആകുന്ന ഈ പദ്ധതി അതിൻ്റെ ഉദ്ദേശിച്ച റിസൾട്ടിൽ എത്തിക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, റോഡുകളിലെ കുഴികൾ ശാസ്ത്രീയമായി തന്നെ അവരടക്കുകയും ചെയ്തു സാർ. പിന്നെ പത്രങ്ങളിൽ സാർ ചില വാർത്തകൾ വരുന്നുണ്ട്. പത്രങ്ങൾക്ക്, ചില ദിനപത്രങ്ങൾക്ക് ഈ സർക്കാരിനോട് പ്രത്യേക സ്നേഹമാണല്ലോ സാർ, നമുക്കറിയാലോ. ഞാൻ ആലോചിക്കുകയാണ്, ആ ദിനപത്രങ്ങൾ കൂടി ഇല്ലെങ്കിൽ ഇവിടുത്തെ പല പ്രതിപക്ഷ നേതാക്കന്മാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ദിനപത്രങ്ങൾ ചില കുഴികളുടെ ഫോട്ടോ എടുക്കും സാർ, എടുത്തോട്ടെ, ഇന്ന് പ്രത്യേകിച്ച് വന്നോട്ടെ. എന്നാൽ സാർ, കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ 30,000 കിലോമീറ്റർ റോഡുണ്ട് സാർ. അതിൽ കുഴിയില്ലാത്ത റോഡുകളുടെ ചിത്രം കൊടുക്കാൻ ഇപ്പറയുന്ന മാന്യമായ ദിനപത്രങ്ങൾ തയ്യാറായാൽ ഒരു വർഷം അച്ചടിക്കുന്ന പത്രത്തിലും തികയാത്തത്ര സ്ഥലം വേണ്ടിവരുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം അത് അവരുടെ രാഷ്ട്രീയമാണ്, അത് കണ്ട് മുന്നോട്ട് പോകുന്നത്. വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം സാർ, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഒക്കെയുണ്ട്. എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനവും മുന്നോട്ട് പോകുന്നുണ്ട്. അത് നല്ല നിലയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്. കേരളത്തിലെ റോഡുകളെല്ലാം പുതിയ കാലത്തെ ടെക്നോളജിയുടെ സാധ്യത കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റലൈസ് ചെയ്ത് അവ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. DLP ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. BMNBC റോഡ് സാർ, BMNBC റോഡിന് ദീർഘകാലം ഈട് നിൽക്കും. കേരളത്തിലെ റോഡുകൾ BMNBC റോഡുകളാക്കി പരമാവധി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. എത്രയാണോ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് അതിലേക്ക് എത്തിയെന്ന് മാത്രമല്ല, 50% പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ BMNBC നിലവാരത്തിൽ നവീകരിക്കാനായി എന്നുള്ള വിവരം ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ 55%, അത് പരമാവധി ഉയർത്തു സർ. ശബരിമല പാക്കേജിൽ റോഡുകൾക്ക് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച വർഷമാണ് കടന്നുപോയത്, 355,76,00,000 രൂപ. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, പാലങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. 5 വർഷത്തിനുള്ളിൽ 100 പാലങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ള വാഗ്ദാനം 3 വർഷം മുമ്പ് തന്നെ LDF സർക്കാരിന് പൂർത്തീകരിക്കാനായി എന്നുള്ള വിവരവും ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഞങ്ങൾ തയ്യാറാക്കിയ ചാർട്ട് പ്രകാരം ഇനിയും പാലങ്ങൾ മുന്നോട്ട് പൂർത്തീകരിച്ച് പോകാനായാൽ വലിയൊരു നമ്പർ പാലം നമുക്ക് ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കാനാകും. സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പാലങ്ങളുടെ പ്രവർത്തനത്തിന് പ്രത്യേക സംവിധാനം ഒരുക്കുകയും പരിശോധന നടത്തുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു സർ. സർ, പാലങ്ങളെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റണം എന്നിവിടെ ബഹുമാനിയായ കായംകുളം അംഗം പറഞ്ഞിട്ടുണ്ട്. അവരുടെ മണ്ഡലത്തിൽ നല്ലൊരു നിലയിൽ അത് വന്നു. അത് പരമാവധി അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, ട്രൈബൽ മേഖലയിലേക്കുള്ള പാലങ്ങൾക്ക് പ്രത്യേക പദ്ധതിയും നമ്മുടെ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കി വരുന്നു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഇരുട്ടുകുത്തി പാലം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനം പുരോഗമിക്കുന്നു എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നഗര റോഡ് വികസന പദ്ധതികളും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. കണ്ണൂർ, കൊല്ലം നഗര റോഡ് വികസന പദ്ധതികൾ അനുമതി നൽകി. കോഴിക്കോട് 2ാം ഘട്ടത്തിന് അനുമതി നൽകി. കോഴിക്കോട് വെള്ളിമാടുകുന്ന് മാനാഞ്ചിറ റോഡ് നിർമ്മാണവും സാധ്യമാകാൻ പോകുന്നു. വലിയ നിലയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്ന റോഡുകളാണിതൊക്കെ. സർ, തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഞാനത് വളരെ വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടതാണ്. നല്ല ഏകോപനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വളരെ മുമ്പുള്ളതാണ്, ഈ സർക്കാരൊക്കെ വരുന്നതിന് മുമ്പുള്ള പദ്ധതിയാണ്, മുടങ്ങിക്കിടന്നതാണ്. ഈ സഭയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കരാറുകാരനെടുത്തൊരു സമീപനമുണ്ട്. അതിൽ കർക്കശ നിലപാട് പൊതുവെ സ്വീകരിച്ചു, വിവിധ ടെൻഡറുകളാക്കി മാറ്റി. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല നിലയിൽ മനോഹരമായി നമുക്ക് നഗരത്തിൻ്റെ റോഡുകളെ ഭാവിയിൽ മാറ്റാൻ വേണ്ടി സാധിക്കും. അത്തരമൊരു നിലപാട്, കർക്കശ നിലപാട് സർക്കാർ സ്വീകരിച്ചത് കൊണ്ടാണ് ഇത്രയും വേഗത്തിലെങ്കിലും പല റോഡുകളും ഗതാഗത യോഗ്യമായതെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ബാക്കി അതിൻ്റെ സ്മാർട്ട് സിറ്റി റോഡ് എന്നുള്ള നിലയിൽ ഡക്റ്റുകളും മറ്റെല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ റോഡ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൽ സന്തോഷിക്കാനുള്ള ഇടവരും എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. സർ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ നേരത്തെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ആ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷം വലിയ നിലയിലേക്ക് നമുക്ക് വരുമാനമുണ്ടാകുന്ന സ്ഥിതിയുണ്ടായി.
ജനങ്ങൾക്ക് വലിയ ആശ്വാസ പദ്ധതിയായി അത് മാറി. സർ, റീബിൽഡ് കേരളയിൽ 29 പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. കടലാക്രമണത്തെ ചെറുക്കുന്ന ശംഖുമുഖ റോഡ് നമുക്ക് സാധ്യമാക്കാനായി. കുട്ടനാടൻ മേഖലയിലെ AC റോഡ് നവീകരണവും അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. നൂതന സംവിധാനങ്ങളോടുകൂടിയ റോഡ് നിർമ്മാണമാണ് സാധ്യമാകുന്നത്. റീബിൽഡ് കേരളയിലെ ചില പദ്ധതികൾ പ്രതീക്ഷിച്ച പുരോഗതി ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം പദ്ധതിയിൽ കടുത്ത നിലപാട് തന്നെ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നു. കാലാവസ്ഥ വ്യതിയാനം റോഡുകളുടെ നിർമ്മാണത്തിലടക്കമുണ്ടാക്കുന്ന മാറ്റങ്ങൾ സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കുന്നുണ്ട്. ഏത് കാലാവസ്ഥയെ അതിജീവിക്കുന്ന കരുത്തുറ്റ റോഡുകൾ നിർമ്മിക്കാൻ പുത്തൻ നിർമ്മാണ വിദ്യ KHRIയിലെ ഗവേഷണത്തിലൂടെ കണ്ടെത്തി നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇങ്ങനെ പൊതുമരാമത്ത് മേഖലയിൽ സാധ്യമാകുന്ന കാര്യങ്ങളാണ് പരമാവധി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. കെട്ടിട മേഖലയിൽ കോമ്പോസിറ്റ് ടെൻഡർ നടപ്പിലാക്കുമെന്ന് നേരത്തെ സഭയെ അറിയിച്ചിരുന്നു. വളരെ ഫലപ്രദമായി അത് മുന്നോട്ട് പോയി. ജനങ്ങൾക്ക് എല്ലാ വിഷയത്തിലും ഇടപെടാനും പരാതി നൽകാനും വിമർശിക്കുവാനുമുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കി വകുപ്പ് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. സർ, കേരളത്തിലെ ടൂറിസം മേഖല കോവിഡിൻ്റെ കാഠിന്യത്തിലാണ് നമ്മുടെ ഈ ഗവൺമെൻറ് വന്നിരുന്നത്. ടൂറിസം മേഖല തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഘട്ടമാണ്. കാരണം സഞ്ചാരം നമുക്ക് സ്വപ്നം പോലും കാണാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയാണ്. പക്ഷേ നമ്മളെല്ലാ നിലയിലും നമ്മൾ ഇടപെട്ടു. എല്ലാ മേഖലകളിലുള്ളവരുമായി അഭിപ്രായം ചോദിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് പൊതുവെ ഉണ്ടായത്. കോവിഡ് കാലത്ത് തന്നെ ടൂറിസം മേഖലയെ എങ്ങനെ തിരിച്ചെത്തിക്കാമെന്ന് നോക്കിയത്. ഇതിന് പല പദ്ധതികളും നടപ്പിലാക്കി. ഇതൊക്കെ നേരത്തെ സഭയിൽ സൂചിപ്പിച്ചതാണ്. ആ പദ്ധതികൾ പിന്നീട് പൊതുവെ ആളുകൾ ഏറ്റെടുക്കുന്ന സ്ഥിതിയുണ്ടായി. വാക്സിനേറ്റഡ് ടൂറിസം കേന്ദ്രങ്ങൾ സജ്ജമാക്കി. ബയോ ബബിൾ സംവിധാനം കൊണ്ടുവന്നു. വെക്കേഷൻ്റെ ട്രെൻഡ് നമ്മൾ ഈ സഭയിൽ ചർച്ച ചെയ്തതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ടായി. വയനാട് ജില്ലയിൽ നിന്നുള്ള 3 അംഗങ്ങൾ ഈ സഭയിലുണ്ട്. വയനാട് ടൂറിസം നല്ല നിലയിൽ വികസിച്ചു. വയനാട് കൽപ്പറ്റ അംഗം സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുമെന്ന് ഞാൻ കരുതി. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു ജഗപുകയിൽ വയനാട്ടിലെ ടൂറിസം വികാസത്തെക്കുറിച്ച് പറയാൻ വിട്ടുപോയി എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടുകയാണ്. ഹാങ് ഓവറിൻ്റെ മലബാറിലെ മലയാളമാണ് ജഗപുക. കോവിഡിന് മുമ്പ് 11,40,710, കോവിഡിന് മുൻപത്തേക്കാൾ 53% അധികം. ഇപ്പോൾ 15,09,207. 2023 17,50,267. ഇങ്ങനെ അതിൻ്റെ സഞ്ചാരികളുടെ എണ്ണം പൊതുവെ വർദ്ധിച്ചു. വരുമാനവും വർദ്ധിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. 2021-22 4,92,15,812. 2023-24 12,62,35,945. 3 ഇരട്ടിയിലധികം കൂടി. ഞാൻ സമയക്കുറവ് മൂലം അതൊന്നും വായിക്കുന്നില്ല. ഇങ്ങനെ സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി. കോവിഡ് കാലത്ത് നമ്മൾ പുറകോട്ട് പോയത് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കിയിരുന്നു. ഒന്ന്, ആഭ്യന്തര സഞ്ചാരികൾ 3 നിലയിൽ. ജില്ലയിലുള്ളവർ ജില്ലയിൽ തന്നെ പോവുക, ജില്ലയിലുള്ളവർ മറ്റ് ജില്ലയിലേക്ക് പോവുക. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിലേക്ക് വരിക. ഇങ്ങനെ 3ആയി തിരിച്ചു. ആ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം കോവിഡിൻ്റെ രൂക്ഷത കുറയുന്ന നാളുകളിൽ വിദേശ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തി വരുന്നു. വലിയ നിലയിൽ അത് ലക്ഷ്യം കണ്ട് പോകുന്നുണ്ട്. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ 2021 11%, 11.05 ആയിരുന്നു വർധനവെങ്കിൽ 50% അത് രാജ്യത്തെങ്കിൽ കേരളം ആ സമയത്ത് തന്നെ 50% വർധനവുണ്ടായി. അപ്പോൾ ദേശീയ ശരാശരിയേക്കാൾ എത്രയോ ഇരട്ടി ഉയർന്നു. റിവഞ്ച് ടൂറിസത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പല വേദികളിലും റിവഞ്ച് ടൂറിസത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. റിവഞ്ച് ടൂറിസം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് കേരളം നടത്തുന്നത്. 2020 11,335 കോടി 96 ലക്ഷം രൂപയായിരുന്നു വരുമാനം. 2023 അത് 43 കോടി
ആയി 43,621 കോടി 22 ലക്ഷം രൂപയായി ഉയർന്നു. വിദേശ സഞ്ചാരികളുടെ വരവ് ഇനിയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് പൊതുവെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ കാര്യങ്ങളാണ് പൊതുവെ ചെയ്തു വരുന്നത്. ഇപ്പോൾ ഒരു ഏജൻസി, പ്രധാനപ്പെട്ട ഏജൻസി ഹോട്ടലി വെയിറ്റ് ഒരു പഠനം നടത്തി. അതിൽ കോവിഡിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടൽ ബുക്കിംഗ് നടന്ന സ്ഥലങ്ങളെ അടയാളപ്പെടുത്തി. അതിൽ കേരളമാണ് 1-ാം സ്ഥാനത്ത്. നമ്മുടെ കുമരകം അതിൽ 1-ാം സ്ഥാനത്ത് വന്നു. കോവളം 3-ാം സ്ഥാനത്ത് വന്നു എന്നുള്ളത് സഭയെ അറിയിക്കുന്നു. വമ്പൻ നഗരങ്ങളെ പിന്തള്ളിയാണ്, പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പിന്തള്ളിയാണ് ഈ മുന്നേറ്റം സാധ്യമാക്കിയത്. സർ, എന്നാൽ പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് കാണുന്നത് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ടൂറിസം മേഖലയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ സർക്കാരിനെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മന്ത്രിയെ അറ്റാക്ക് ചെയ്യാനോ അതിലൊന്നും തെറ്റില്ല, അതൊക്കെ അറ്റാക്ക് ചെയ്യാം. അത് പ്രതിപക്ഷ MLA മാർ അറ്റാക്ക് ചെയ്യണം. മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ഉടമകൾക്ക് ഒരു കൃത്യമായ രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ. ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ആരെ ഫോക്കസ് ചെയ്യണമെന്ന് അവർ കൃത്യമായിട്ട് അറിയാതെ അവർ അറ്റാക്ക് ചെയ്യണം. എന്നാൽ അത് കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു കുഴപ്പമുണ്ടാക്കുന്ന നിലയിലേക്ക് ആകരുത്. അത് ശ്രദ്ധിച്ചു പോകുന്ന സ്ഥിതിയാണ് പൊതുവേ. അതിലൊക്കെ നമ്മൾ ഒരു നിലപാടെടുത്ത് പോകേണ്ടതാണ്. നെഗറ്റീവായി കേരളമാകെ മോശമാണ് എന്നുള്ള പ്രചരണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസത്തിൻ്റെ വളർച്ചയല്ല സഹായിക്കുക, അത് തളർച്ചയാണ് സഹായിക്കുക. മറ്റു പല സംസ്ഥാനങ്ങളിലെ ടൂറിസം മന്ത്രിമാരും കേരളത്തെ വലിയ നിലയിൽ പ്രകീർത്തിച്ച് സംസാരിച്ചത് നേരത്തെ വാർത്തയായിരുന്നു. പിന്നെ ന്യൂയോർക്ക് ടൈംസും മറ്റ് മാഗസിനുകളും നൽകിയ അവാർഡുകളും ഒക്കെ ഞാനിവിടെ പറയുന്നില്ല, ഇവിടെ ആളുകൾ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞു. ഈ മേഖലയിൽ നടപ്പിലാക്കിയ വ്യത്യസ്ത പദ്ധതികൾ ഒക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ കാരവൻ ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ 3 പതിറ്റാണ്ടിന് ശേഷം കൊണ്ടുവന്നൊരു ഉൽപ്പന്നമാണ്. കാരവൻ ടൂറിസത്തിൻ്റെ സാധ്യതകളെ ഇനിയും നമുക്ക് ഉപയോഗപ്പെടുത്താനാകും. കാരവൻ സംരംഭകരുമായി 1-ലേറെ തവണ വിവിധ തലങ്ങളിലെ ആശയവിനിമയം നടത്തിയിരുന്നു. കൂടുതൽ കാരവൻ പാർക്കുകൾ വേണമെന്നുള്ളതാണ് ആവശ്യം. KTDCയുടെ നേതൃത്വത്തിൽ കൂടുതൽ കാരവൻ പാർക്കുകൾ എന്ന തീരുമാനം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. അവ ഈ വർഷം ആരംഭിക്കും. ഇനിയും പറ്റാവുന്നിടത്ത് കൂടുതൽ കാരവൻ പാർക്കുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. ദേശീയപാത വികസനം സാധ്യമാകുന്നതോടുകൂടി നമുക്ക് ഈ മേഖലയിൽ മറ്റു നിലയിലും ഇടപെടാനാകും. എല്ലാ വകുപ്പുകളുമായും ചർച്ച ചെയ്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ളത് പൊതുവെ പരിശോധിച്ച് മുന്നോട്ട് പോകും. സർ, ഡെസ്റ്റിനേഷൻ ചാലഞ്ചിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. LSTDയുമായി ചേർന്നുകൊണ്ടുള്ളതാണ്. അത് ഉദ്ദേശിച്ചതുപോലെ റിസൾട്ട് ഉണ്ടായി വരുന്നുണ്ട്. അതിൽ ആരും പ്രയാസപ്പെടേണ്ടതില്ല. അത് നല്ല നിലയിൽ തന്നെ വരും. അത് ഇപ്പോൾ തന്നെ ഒരു 30ഓളം ഡെസ്റ്റിനേഷനുകളുടെ ഉദ്ഘാടനം ഇപ്പം തന്നെ നടത്താൻ വേണ്ടി പറ്റും. സർ, സാഹസിക ടൂറിസം കുറച്ച് സാഹസികമായി ചെയ്യേണ്ടതാണ്. അത് എല്ലാ നിലയിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതിന് ഒരു ഗൈഡ് ലൈൻ നേരത്തെ രാവിലെ ഞാൻ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതിനൊരു വിദഗ്ധ സമിതിയെ സൃഷ്ടിക്കാനായി അതിൻ്റെ രജിസ്ട്രേഷൻ, ഇന്ത്യയിൽ അതിന് രജിസ്ട്രേഷൻ വെച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. അത് കർക്കശമാക്കി മുന്നോട്ട് പോകുന്നു. മറ്റു ചില കാര്യങ്ങളും ആ മേഖലയിൽ നടപ്പിലാക്കി വരുന്നു. ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഹബ്ബായി കേരളം മാറി. ആ നിലയിൽ ടൂറിസത്തെ ജനകീയമായി ഇന്ന് 25,188 യൂണിറ്റുകൾ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. പൈതൃക ടൂറിസം തുടങ്ങി വ്യത്യസ്ത പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്നു. സർ, ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റും 2023 നവംബറിൽ നടത്തിയതാണ്. കേരളത്തിൽ ആദ്യമായി ഒരു ടൂറിസം മേഖല ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുകയാണ്. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ്. ഈ സഭയിൽ ഞാൻ പറഞ്ഞിരുന്നു, അല്ലാതെയും ആളുകളുമായി ചർച്ച ചെയ്തിട്ട് തന്നെയാണ് നടപ്പിലാക്കിയത്. അത് ഉദ്ദേശിച്ചതിൻ്റെ ഫലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പൊതുവേ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് നല്ല നിലയിൽ നമുക്ക് നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതിയാണുള്ളത്. അതിൻ്റെ കണക്കും മറ്റും എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ അത് മുഴുവൻ സഭയിൽ ഇവിടെ സമയക്കുറവലം പറയുന്നില്ല. കാരവൻ ടൂറിസത്തിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളുടെയും കണക്ക് ഇവിടെയുണ്ട്. അതും ഞാൻ പൂർണ്ണമായും ഇപ്പോൾ വായിക്കുന്നില്ല. ഇങ്ങനെ സാധ്യമാകുന്ന കാര്യങ്ങളാണ് പൊതുവെ ഈ വകുപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഇവിടെ വന്നിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. സാർ, ആ നിർദ്ദേശങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിൽ ചില അംഗങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയം ആ വിഷയം പൊതുവെ എടുത്ത് പരിശോധിക്കുമ്പോൾ CMT കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം ബഹുമാന്യ കാസർഗോഡ് അംഗം ഉന്നയിച്ച വിഷയം നമ്മളൊരു പുതിയ
പരീക്ഷണമായിരുന്നു. 140 മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തലത്തിലൊരാൾക്ക് ചുമതല കൊടുത്തുകൊണ്ട് മാസത്തിലൊരിക്കൽ മീറ്റിംഗ് നടക്കുക. MLA അല്ലെങ്കിൽ MLAയുടെ ഓഫീസിലാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും MLA ചുമതലപ്പെടുത്തുന്നവരൊക്കെ പങ്കെടുത്തു. അതൊരു പുതിയ പദ്ധതി നടപ്പിലാക്കാനുള്ള യോഗമല്ല. അത് നിലവിലുള്ള പദ്ധതിയുടെ പരിപാലനവും പദ്ധതിയുടെ പൊതുസ്ഥിതിയും പരിശോധിക്കാനാണ്. അപ്പോൾ അതിന് ഫണ്ട് കാര്യങ്ങളും മറ്റും അതിലല്ല ചർച്ച ചെയ്യുക. അവിടെ എന്താണ് പാളിച്ചെന്നുള്ളത് നോക്കി പരിശോധിക്കുക. പൊതുവെ അതിന് സോണലായി 7 ജില്ലക്കുമായി 2 ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ചുമതലയുണ്ട്. അവർ എല്ലാ മാസവും തരുന്ന റിപ്പോർട്ടുണ്ട്. അതൊന്നുകൂടി കർക്കശമാക്കി മുന്നോട്ട് പോകാനാണ് പൊതുവെ ആലോചിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർ, അതിൽ ചില അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ചില കാര്യങ്ങൾ ഉന്നയിച്ചു. ഇപ്പോൾ ഇരിക്കൂർ അംഗം ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർ, പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിൻ്റെ കീഴിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 32,91,00,000 രൂപയുടെ 6 ബഡ്ജറ്റ് പ്രവർത്തികളും 14,11,00,000 രൂപയുടെ 2 നബാർഡ് പ്രവർത്തികളും 1,12,00,000 രൂപയ്ക്ക് 51 പ്രവർത്തികൾ നോൺ പ്ലാൻ ഹെഡിലും 5,77,00,000 രൂപയുടെ 10 പ്രവർത്തികൾ RCയിലും ഇരിക്കൂർ മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ പല MLAമാർക്കും പരാതി ഉണ്ടാവും. പക്ഷേ അദ്ദേഹം അവിടെ വേണ്ടത്ര പരിഗണന ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് അദ്ദേഹത്തിന് അറിയാം ആ മണ്ഡലത്തോട് ഈ ഗവൺമെൻറ് എങ്ങനെയാണ് സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള ആലോചിക്കുക. മലയോര മേഖലയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഒരുപാട് റോഡുകളുണ്ട്. ഇതിൽ നോൺ പ്ലാൻ ഹെഡിലുള്ള ഭൂരിഭാഗം പ്രവർത്തികളും പൂർത്തിയായ അവസ്ഥയിലാണ്. ബഡ്ജറ്റ്, നബാർഡ് എന്നിവയിൽ 2 പ്രവർത്തികൾ പൂർത്തിയായവയും ബാക്കിയുള്ള പ്രവർത്തികൾ പുരോഗതിയിലുമാണ്. കൂടാതെ KRFP പ്രവർത്തികളും നടപ്പിലാക്കി വരും. പാലങ്ങൾ വിഭാഗത്തിന് കീഴിൽ കഴിഞ്ഞ LDF സർക്കാർ അനുവദിച്ച് ഈ സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയാക്കിയ 2 പ്രവർത്തികളാണുള്ളത്. അലക്സ് നഗർ പാലവും 10,10,00,000, ആലങ്കോട് പാലവും 3,80,00,000. 6,80,00,000 രൂപ ഭരണാനുമതിയുള്ള കരുവഞ്ചാൽ പാലം നിർമ്മാണം പുരോഗതിയിലാണ്. നിലവിൽ സ്ലാബ് പ്രവർത്തികൾ നടക്കുന്നുണ്ട്. സർ, വകുപ്പിൻ്റെ പ്രവർത്തികളുടെ പുരോഗതി അവിടെ അവലോകനം ചെയ്യുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. സർ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത് ആ മണ്ഡലം വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയൊരു മണ്ഡലമായിരുന്നു. അതല്ലാതെ ഒരു കണ്ണൂർ ലോബി മണ്ഡലമായതുകൊണ്ടല്ല, അതല്ലാതെ തന്നെ ആ മണ്ഡലത്തിലൊരു പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളത് പൊതുവേ കണ്ടതുകൊണ്ടാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി. അദ്ദേഹം ഇവിടെ പറഞ്ഞു ചില കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാട്ടി. സാർ, ഇവിടെ അതേപോലെ തന്നെ ഒരേപോലെയുള്ള ചർച്ച വേറെ ആളുകൾ കൊണ്ടുവന്നു. പ്രതിപക്ഷ MLAമാരോട് ഒരു ധിക്കാരവും ധാർഷ്ട്യത്തോടു കൂടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നുള്ള സമീപനമെന്നാണ് ബഹുമാനപ്പെട്ട ചാലക്കുടി അംഗം പറഞ്ഞിട്ടുള്ളത്. എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ രാഷ്ട്രീയ നിലപാടുകളൊക്കെ പറയാറുണ്ട്. എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പറയുന്നത് ഒരു ധിക്കാരവും ധാർഷ്ട്യമാണെങ്കിൽ എൻ്റെ അവസാന ശ്വാസം പോകുന്നത് വരെ ആ ധിക്കാരവും ധാർഷ്ട്യവും എന്നിലുണ്ടാവും എന്നുള്ളത് സഭയെ അറിയിക്കുക. അതല്ലാതെ പെരുമാറ്റത്തിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. പൊതുവെ ഭരണകക്ഷി പ്രതിപക്ഷ MLAമാർ ഉണ്ടെങ്കിൽ പറയണം. പൊതുവെ നല്ല നിലയിലാണ് പെരുമാറാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് കൃത്രിമമായിട്ടല്ല, മനസ്സിലുള്ള നിലയിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. പിന്നെ നിലപാട് പറയുന്ന സമയത്ത് നമ്മൾ കർക്കശമായ നിലപാട് പറഞ്ഞു പോകും. അത് ആ നിലയിൽ തന്നെ പറയും. അതിൽ അദ്ദേഹം പറയുമ്പോൾ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ 53 ടൂറിസം പദ്ധതികളുടെ DPR തയ്യാറാക്കി വരുന്നു എന്ന് പറയുന്നു. അത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് മാർച്ച് 3-ാം തീയതി ചാലക്കുടി ആനമല റോഡിലെ ആനക്കയം പാലം നിർമ്മാണത്തിന് 6,90,00,000 രൂപ നടപ്പിലാക്കാൻ വേണ്ടി അനുവദിച്ച വിവരവും ഞാനിവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഭരണാനുമതി നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ അത് പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുക. അത് അദ്ദേഹം മറന്നുപോയതാണ് എന്തോന്നറിയില്ല, നിശ്ചയിച്ച് വന്നതായിരിക്കും. നിശ്ചയിച്ച് പറയാൻ വന്നതിൽ തെറ്റൊന്നുമില്ല. അതിന് അദ്ദേഹം വ്യക്തിപരമായ ചില പരാമർശം നടത്തി. അതിനൊന്നും ഞാൻ എന്തായാലും മറുപടി പറയാനില്ല. അദ്ദേഹം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും കൂടിയാണ്. തൃശ്ശൂർ ജില്ലയിലെ DCC ആഫീസിൽ നടക്കുന്ന കാര്യങ്ങളും രീതികളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. മധു ഈശ്വരത്തിൻ്റെയും ലാൽജിയുടെയും നാട് കൂടിയാണ് തൃശ്ശൂർ ജില്ല. ഒരേ പാർട്ടിയിലുള്ളവരെ കൊലപ്പെടുത്താനുള്ള മനസ്സുള്ള ആളുകൾ അവിടെയുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്നൊരാൾ ഇങ്ങനെയൊരു പരാമർശം എനിക്കെതിരെ നടത്തിയതിൽ ഞാനൊരു തെറ്റ് കാണുന്നില്ല എന്നുള്ളത് സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വ്യക്തിപരമായുള്ള കാര്യം, അത് ജനങ്ങൾ നിശ്ചയിച്ചോട്ടെ അത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ് സഭയെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിൽ
തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും വിജയിച്ചാലും അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകണമെന്നുള്ള രീതിയാണ് എൻ്റെ പ്രസ്ഥാനത്തിനും എൻ്റെ മുന്നണിക്കും. അത് പരാജയപ്പെട്ടാൽ മാത്രമല്ല, വിജയിച്ചാലും ഞങ്ങളത് പരിശോധിക്കാറുണ്ട്. തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തും. എന്നാൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോഴേക്കും ഭാഷയും ശൈലിയും ആർക്കാണ് മാറുന്നത് എന്നുള്ളത് അദ്ദേഹം ഇന്ന് നടത്തിയ ചർച്ച തന്നെ വ്യക്തമാകുന്നതാണ്. അത്രേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇവിടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ചാവക്കാട്ടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞു. ചാവക്കാട് അംഗം ഈ സഭയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഉണ്ടല്ലോ അല്ലേ, അദ്ദേഹം ഇവിടെ ഉണ്ട്. ഞാൻ വെച്ച് നിങ്ങളതിൽ ഇടപെട്ട് പറയുന്നു. അതും അവിടെ ജനങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്താണ് ആ വിഷയം. ആരുടെ താല്പര്യമാണെന്ന് നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ള വാട്ടർ സ്പോർട്സ് കേരളത്തിൽ വളരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോബി വളരെ ബോധപൂർവ്വം ഇത്തരം പ്രചരണങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾ പൊതുവെ കണ്ടുപോകുന്നു. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ MLA യുടെ നേതൃത്വത്തിന് അതിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തി. സർ, മഞ്ചേശ്വരം മണ്ഡലത്തിൽ 2023-24 വർഷം നബാർഡ് പദ്ധതികൾ പെർമുദെ ധർമ്മടത്തുടുക്ക റോഡ് 5 കോടി രൂപ, RP പദ്ധതിയിൽ മാസ്കുമാരി, അവിടുത്തെ പേര് വായിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അസ്രഫ് ഞാൻ വായിക്കാം, കുരുടപ്പടവ് റോഡിന് 4.5 കോടി രൂപയും നൽകി. അത് വ്യക്തമാണ് കാര്യങ്ങൾ. അപ്പോൾ ആ നിലയിൽ തന്നെ അവിടുത്തെ കാര്യങ്ങൾ പരിശോധിച്ചു പോകുന്നുണ്ട്. ഇനിയും അവിടെ എന്താണോ ചെയ്യാനാവുക എന്നുള്ളത് പൊതുവെ നോക്കി നമുക്ക് അത് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ചില MLA മാർ ചില കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ എല്ലാ നിലയിലും ഇടപെടും എന്നുള്ളത് സഭയെ അറിയിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് വലിയ നിലയിലേക്കുള്ള ആക്ഷേപമാണ് സർക്കാരിനെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും നടത്തിയിട്ടുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിലെ ചർച്ചയുടെ മിനിറ്റ്സ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ലതാണ്. ഇതിലും വലിയ അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടു കൂടിയാണ് അന്ന് പ്രതിപക്ഷ MLA മാരിൽ ചിലർ ചർച്ചയിൽ പങ്കെടുത്തു. അന്നും ഞങ്ങൾ പറഞ്ഞത് ഇന്നും പറയുന്നു, കാര്യങ്ങൾ പൊതുവെ പരിശോധിച്ച് മുന്നോട്ട് പോകും. എന്നാൽ അന്ന് ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, ഇത് നാട്ടിൽ നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പല്ല, ഇനിയും ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. ഞങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇടപെട്ട് മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ ഞങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ തുടർഭരണവുമായി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തുടർഭരണമായി വന്ന് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടുത്തെ ചർച്ച പല കണക്കും സംഗതികളൊക്കെ ചൂണ്ടിക്കാട്ടി ചർച്ച നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിനെക്കുറിച്ചുള്ള രാഷ്ട്രീയമായ കാര്യങ്ങൾ ഇവിടെ നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ പുറത്തും ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സഭയിലും പറഞ്ഞതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 പരാജയപ്പെട്ട 6 പേർ പിന്നീട് നിയമസഭയിൽ നല്ല വോട്ടിന് ജയിച്ച് ഇന്ന് ഈ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് എന്നുള്ളത് ഞാൻ ഈ സഭയെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിലൊരാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വലിയ വോട്ടിന് പരാജയപ്പെട്ട നിയമസഭാ മണ്ഡലത്തിൽ 1.5 വർഷം കഴിഞ്ഞപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിലേറെ ഭൂരിപക്ഷത്തിന് വിജയിച്ചെന്ന് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അപ്പം തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ധാർഷ്ട്യം എന്ന് പറഞ്ഞ് നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളിലറിയാതെ നിങ്ങളുടെ സംസാരത്തിലൊക്കെ ധാർഷ്ട്യമൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കണം. നമുക്ക് നല്ല നിലയിൽ രാഷ്ട്രീയം പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകാം. പൊതുമരാമത്ത് ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിലുള്ള പിന്തുണയാണ് ഭരണകക്ഷി പ്രതിപക്ഷ MLA മാർ നൽകിയിട്ടുള്ളത്. സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതാത് മണ്ഡലങ്ങളിൽ മറ്റ് പ്രയോറിറ്റി ഒന്നും നോക്കാതെ അതാത് മണ്ഡലങ്ങളിൽ നടപ്പിലാക്കാനുള്ള ശ്രമം തുടരും. ഈ ധനാഭ്യർത്ഥനയുടെ ചർച്ചയിൽ പങ്കെടുത്ത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകിയ മുഴുവൻ MLA മാരെയും അതുപോലെ തന്നെ വിമർശനങ്ങൾ തീർച്ചയായിട്ടും വേണ്ടതാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനങ്ങൾ അനിവാര്യമാണ്. ആ വിമർശനം ആരോഗ്യകരമായ ക്രിയാത്മകമായ വിമർശനം നടത്തിയ അംഗങ്ങളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധനാഭ്യർത്ഥന അംഗീകരിക്കണമെന്ന് അറിയിക്കുക.